ഹായ് കൂട്ടുകാരെ, ഞാൻ ദിവ്യാൻഷു ബരൺവാൾ. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ പ്രാധാന്യവും കാലാവസ്ഥാ ഫീഡ്ബാക്ക് ലൂപ്പുകളെയും കുറിച്ചാണ്. ആദ്യം നമുക്ക് കാലാവസ്ഥാ വ്യതിയാനം എന്താണെന്ന് നോക്കാം. ഒരു പ്രദേശത്തെ ഒരുപാട് കാലത്തെ കൂട്ടായ താപത്തിലും മഴയിലും വരുന്ന മാറ്റം അല്ലെങ്കിൽ വലിയ തോതിലുള്ള ഒരു കാലാവസ്ഥാ മാറ്റത്തെയാണ് കാലാവസ്ഥാ വ്യതിയാനം എന്ന് പറയുന്നത്. മനുഷ്യരുടെ പരിധിവിട്ട ചെയ്തികളുടെ ഫലമായി ഭൂമിയിലെ എല്ലാ സാധാരണ അവസ്ഥകളും ദൈനംദിനം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം ഭൂമിയുടെ നിലനിൽപ്പിന് ഭീഷണിയാണ്. മനുഷ്യർ വരുന്നതിനു മുമ്പ് തന്നെ കാലാവസ്ഥാ വ്യതിയാനം സംഭവിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് മഞ്ഞ് നിറഞ്ഞു നിന്നിരുന്ന സ്ഥലങ്ങളെല്ലാം ഇപ്പോൾ ചൂട് കൂടി മഞ്ഞു കുറഞ്ഞ സ്ഥലങ്ങളായി മാറിയിരിക്കുകയാണ്. കാലാവസ്ഥാ വ്യതിയാനം ഉണ്ടാകുന്നത് എങ്ങനെ? ഗ്രീൻ ഹൗസ് വാതകങ്ങളാണ് ഇതിൽ ഏറ്റവും പ്രധാനം. ഫോസിൽ ഫ്യൂൽ കത്തുന്നതിലൂടെയും വ്യവസായ സ്ഥാപനങ്ങൾ, രാസവളങ്ങൾ എന്നിവയിലൂടെയും ഒക്കെയാണ് പ്രധാനമായും ഈ വാതകം പുറന്തള്ളപ്പെടുന്നത്. ഈ വാതകങ്ങൾ അന്തരീക്ഷത്തിൽ താപം നിലനിർത്തുകയും ഇവയുടെ ഗണ്യമായ വർധനവ് ചൂട് അധികരിപ്പിക്കാനും കാരണമാകുന്നു. ലോകത്ത് മൊത്തമായി 2.2 ട്രില്യൺ കാർബൺ ഡൈ ഓക്സൈഡ് പുറന്തള്ളപ്പെടുന്നുണ്ടെന്നാണ് ഒരു പഠനം പറയുന്നത്. കാർബൺ ഡൈ ഓക്സൈഡ്, മീഥേൻ, നൈട്രസ് ഓക്സൈഡ്, ഓസോൺ, ക്ലോറോ ഫ്ലൂറോ കാർബൺസ് എന്നിവ ഗ്രീൻ ഹൗസ് വാതകങ്ങളിൽ ഉൾപ്പെടും. ഗ്രീൻ ഹൗസ് പ്രക്രിയ എങ്ങനെ നടക്കുന്നുവെന്ന് ഈ ചിത്രത്തിലൂടെ നിങ്ങൾക്ക് കാണാനാവും. കാലാവസ്ഥാ വ്യതിയാനം ഇന്ത്യയിലെ ജനങ്ങളെ എങ്ങനെയാണ് ബാധിച്ചിരിക്കുന്നത്? ഇന്ത്യ ഇപ്പോൾ തന്നെ ഒരു ചൂടുള്ള കാലാവസ്ഥയിലാണ്. പടിഞ്ഞാറ് തീരത്തും തെക്കൻ ഇന്ത്യയിലും ചൂട് അധികരിച്ചത് മൂലം കൃഷിയിലെല്ലാം മാറ്റങ്ങൾ സംഭവിച്ചിരിക്കുന്നു. കോരിച്ചൊരിയുന്ന മഴ പെയ്തിരുന്ന പലയിടങ്ങളും ഇപ്പോൾ മഴ കുറഞ്ഞിരിക്കുകയാണ്. ഈ പെട്ടെന്നുള്ള മാറ്റം വരൾച്ചയ്ക്കും വെള്ളപ്പൊക്കത്തിനുമെല്ലാം കാരണമായേക്കും. 60% ഇന്ത്യയിലെ കൃഷിയും മഴയെയും ഭൂമിക്കടിയിലെ വെള്ളത്തെയും ആശ്രയിച്ചാണ് നിലകൊള്ളുന്നത്. വടക്കു പടിഞ്ഞാറൻ ഹിമാലയത്തിലെ കാരക്കോറം മേഖലയിൽ നിലകൊള്ളുന്ന മഞ്ഞെല്ലാം ഉരുകിയത് വടക്കേ ഇന്ത്യയിലെ മഞ്ഞിനെ ആശ്രയിച്ചൊഴുകിയിരുന്ന പുഴയുടെ എല്ലാം ശരിയായ നിലനിൽപ്പിനെ ബാധിച്ചിരിക്കുകയാണ്. കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ പ്രാധാന്യമെന്ത്? പൊതുവായി നമ്മുടെ ഭൂമിയിൽ ചൂടേറി വരികയാണ്. എന്നാൽ ചില സ്ഥലങ്ങളിലും കാലങ്ങളും താൽക്കാലികമായി തണുപ്പ് അനുഭവപ്പെടാറുണ്ട്. വെള്ളപ്പൊക്കം, ഹുരിക്കേൻ, ചൂടുകാറ്റ്, വരൾച്ച, കാട്ടുതീ പോലുള്ള തീവ്ര കാലാവസ്ഥകൾ വരും കാലങ്ങളിൽ കൂടുതൽ സംഭവിക്കുമെന്നാണ് പ്രവചിക്കപ്പെടുന്നത്. ഭൂമി ചൂടാകുമ്പോൾ ഐസ് ഉരുകാൻ തുടങ്ങും. ആർട്ടിക് സമുദ്രത്തിലെയും അന്റാർട്ടിക്കയിലെയും ഐസ് ഷീറ്റുകൾ അപ്രത്യക്ഷമാവുകയും തൽഫലം സമുദ്രത്തിലെ വെള്ളം കൂടുകയും ചെയ്യും. നമുക്കറിയാം, ഐസുകൾ സൂര്യപ്രകാശം പ്രതിഫലിപ്പിക്കുമെന്ന്. ഐസുകൾ പോകുന്നതോടെ കൂടുതൽ സൂര്യപ്രകാശം ഭൂമിയിൽ പതിക്കാൻ അത് കാരണമാകും. ഇനി എന്താണ് കാലാവസ്ഥാ ഫീഡ്ബാക്ക് ലൂപ്പ്? കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ അപ്രതീക്ഷിതമായ പരിണിത ഫലങ്ങൾ ചിലപ്പോൾ വ്യതിയാനത്തിൻ്റെ ആക്കം കൂട്ടുകയോ അല്ലെങ്കിൽ കുറയ്ക്കുകയോ ചെയ്യും. അവക്ക് പറയുന്ന പേരാണ് കാലാവസ്ഥാ ഫീഡ്ബാക്ക് ലൂപ്സ്. ഇവ 2 തരമാണ്. ഒന്നാമത്തേത് പോസിറ്റീവ് ഫീഡ്ബാക്ക് ലൂപ്പാണ്. അതായത് തുടക്കത്തിൽ വരുന്ന ഒരു ചൂട് ഫീഡ്ബാക്കിൻ്റെ ആദ്യമേ ഉള്ള ചൂടിനെ ആക്കം കൂട്ടും. പിന്നെ വരുന്നതാണ് നെഗറ്റീവ് ഫീഡ്ബാക്ക് ലൂപ്പ്. ഇത് കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ ആക്കം കുറയ്ക്കും. ഒരു ഫീഡ്ബാക്ക് ലൂപ്പിൽ ആദ്യത്തെ ഘട്ടത്തിൻ്റെ തീവ്രത അടുത്ത ഘട്ടം വഴി കുറയ്ക്കാൻ പറ്റുകയും നേരെ തിരിച്ചും നടക്കാൻ പറ്റുകയും ചെയ്യുമെങ്കിൽ അതൊരു നെഗറ്റീവ് ഫീഡ്ബാക്ക് ലൂപ്പ് ആയിരിക്കും. ഉദാഹരണത്തിന് ബാഷ്പീകരണവും മേഘങ്ങളും അതുപോലെ ബ്ലാക്ക് ബോഡി റേഡിയേഷൻ ഇതൊക്കെ അതിൽ പെടുന്നതാണ്. ഇനി പോസിറ്റീവ് ഫീഡ്ബാക്ക് ലൂപ്പ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഇവിടെ ഉത്തേജനം പ്രതികരണത്തെ പ്രോത്സാഹിപ്പിക്കുന്നു. പിന്നെ ആ പ്രതികരണം മൂലം അതിൻ്റെ ഫലം അവിടെ ഉണ്ടാകുന്നു. അത് വീണ്ടും ഉത്തേജനത്തെ പ്രോത്സാഹിപ്പിക്കുന്നു. ഇത് മനസ്സിലാക്കാൻ നമുക്ക് ഒരു ഉദാഹരണം കൂടെ നോക്കാം. വാഹനങ്ങളിൽ നിന്നും ഫാക്ടറികളിൽ നിന്നും വരുന്ന ഗ്രീൻ ഹൗസ് വാതകങ്ങൾ അന്തരീക്ഷത്തിലെ ചൂട് വർദ്ധിപ്പിക്കാൻ കാരണമാകും. ചൂട് വർദ്ധിക്കുമ്പോൾ ബാഷ്പീകരണം അധികരിക്കുകയും വെള്ളം നീരാവിയായി അന്തരീക്ഷത്തിൽ എത്തുകയും ചെയ്യും. അത് ഒരു ഗ്രീൻ ഹൗസ് വാതകമായതുകൊണ്ട് കൂടുതൽ ചൂട് അനുഭവപ്പെടാൻ തുടങ്ങും. ഇതൊരു ചക്രം പോലെ ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. ഈ ചിത്രത്തിലൂടെ ഈ സിദ്ധാന്തവും ഇതിൻ്റെ ഉദാഹരണവും നിങ്ങൾക്ക് താരതമ്യം ചെയ്ത് പഠിക്കാൻ പറ്റും. ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് നമുക്കൊന്ന് നോക്കിയാലോ. ആവശ്യത്തിന് മാത്രം ഭക്ഷണം കഴിക്കുക. നമ്മുടെ പരമാവധി ഭക്ഷണം കളയാതിരിക്കാൻ ശ്രമിക്കുക. വീടുകളിൽ വൈദ്യുതി ഉപയോഗിക്കുന്നത് ശ്രദ്ധിക്കുക. ഇൻകാൻഡസെന്റ് വെളിച്ചം മാറ്റി LED ഉപയോഗിക്കുക. പരമാവധി പൊതുഗതാഗത മാർഗങ്ങൾ സ്വീകരിക്കുക. ചെറിയ ദൂരങ്ങൾക്കൊക്കെ നടക്കുക. വാഹനങ്ങളുടെ ചക്രത്തിൽ വായു നിറച്ചിട്ടുണ്ടോ എന്നൊക്കെ ശ്രദ്ധിക്കുക. കാരണം അതിലൂടെ ഫ്യൂൽ ഉപയോഗം നമുക്ക് കുറയ്ക്കാൻ പറ്റും. ശുദ്ധമായ ഊർജം ലഭിക്കുവാൻ വേണ്ടി അധികാരപ്പെട്ടവർക്ക് കത്തെഴുതുക. തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ നമുക്ക് തന്നെ സ്വയം സ്വീകരിക്കാൻ പറ്റും. ഇതിലൂടെയൊക്കെ ഒരു പരിധിവരെ കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ തീവ്രത നമുക്ക് കുറയ്ക്കാൻ പറ്റും. എല്ലാവർക്കും നന്ദി.